തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. അനന്തപത്മനാഭന്റെ മണ്ണിൽ നടന്ന ഞെട്ടിക്കുന്നൊരു വാർത്തയിലെ കുറിച്ചാണ്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിൽ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. ആഭരണങ്ങളുടെ ചുമതലയുള്ള 24 ജീവനക്കാരെ ചോദ്യം ചെയ്തു എന്നാണ് ഇവരും ലഭിക്കുന്നത്. ഇവരുടെയൊക്കെ ഫോൺ രേഖകളും പരിശോധിച്ചു വരുന്നു. വിനീഷ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. വിനീഷ്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണല്ലോ. ശ്രീ പത്മനാഭന്റെ ആഭരണം മോഷ്ടിച്ചു എന്നോ മോഷ്ടിക്കാൻ ശ്രമം നടന്നു. എന്താണ് വിശദവിവരങ്ങൾ? നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിശദീകരണം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായതാണ്. പോലീസ് പ്രാഥമികമായ അന്വേഷണം നടത്തി ഈ സ്വർണം കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി. ക്ഷേത്ര വളപ്പിനുള്ളിൽ നിന്ന് തന്നെ മണ്ണിനടിയിൽ നിന്ന് മണലിൽ നിന്ന് ഈ ഒരു സ്വർണം പോലീസ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി. അതേസമയം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പോലീസ് പ്രാഥമികമായി പറയുന്നത് ഇതിലൊരു മോഷണ ശ്രമം നടന്നിട്ടില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അത് കയ്യബദ്ധം പറ്റി ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത്, ഭഗവാന് ചാർത്താനായി കൊണ്ടുവരുന്ന സമയത്ത് അവിടേക്ക് വീണതാകാം എന്നതാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. അത്തരത്തിലാണ് പോലീസ് ആദ്യഘട്ടം മുതൽ വിശദീകരണം നൽകുന്നതും. തുടർന്ന് DCP ആണ് ഈ കേസിന്റെ അന്വേഷണ ചുമതല ഉണ്ടായത്. DCP തന്നെ നേരിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ഇത്തരത്തിലുള്ള വിശദീകരണവും നടത്തി. അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ടൊരു FIR പോലും രജിസ്റ്റർ ചെയ്തിട്ടുമില്ല. നിലവിൽ മാല കാണാതായതുമായി ബന്ധപ്പെട്ടുള്ള കേസ് നടക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ ഈ മാല കയ്യബദ്ധത്തിൽ ജീവനക്കാരുടെ കയ്യിൽ നിന്ന് പോയതാണ് എന്നതാണ് പോലീസിന്റെ ആദ്യത്തെ കണ്ടെത്തൽ. അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ കണ്ടെത്തലിൽ തന്നെയാണ് പോലീസ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ അടയാഭരണങ്ങളുടെ ചുമതലയുള്ള ജീവനക്കാർ 23 പേരാണ്. ഈ 23 പേരെയും ആദ്യഘട്ടത്തിൽ പോലീസ് കൃത്യമായ അവരിൽ നിന്ന് ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു. ആ ചോദ്യം ചെയ്യലെല്ലാം തന്നെ പോലീസിന് മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമുള്ളതായി കണ്ടെത്താൻ സാധിച്ചില്ല. തുടർന്ന് മറ്റു ജീവനക്കാരിലേക്കും ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്, ഏറ്റവും പുതുതായി വരുന്ന വിവരം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു സ്ഥിരീകരണത്തിനും കൂടി പോലീസ് മറ്റു ജീവനക്കാരെയും കൂടി ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്നു. മറ്റു ജീവനക്കാരിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്നു. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടന്നിട്ടുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള അന്വേഷണം ഒരു ഘട്ടത്തിൽ കൂടി പോലീസ് നടത്തുന്നു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ പോലീസിന്റെ നിഗമനം ഇത് കയ്യബദ്ധത്തിൽ താഴെ വീണതാകാം എന്ന് സംബന്ധിച്ചുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ്, അത്തരത്തിലുള്ള പ്രാഥമികമായ കണ്ടെത്തൽ തന്നെയാണ് പോലീസ് നടത്തിയിരിക്കുന്നത്. പ്രദീപ്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മോഷണ ശ്രമത്തെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്.